അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലേ. ഫസ്റ്റ്ലി എന്താണ് അക്കൗണ്ടിങ്? കൊമേഴ്സ് പഠിച്ചു വന്ന ഒരാളാണെങ്കിൽ +2 തൊട്ട് കാണാപ്പാഠം പഠിച്ച് ഒരു ഡെഫിനിഷൻ നിങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മ വരും. അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്. അങ്ങനെ. ഇനി നോൺ കൊമേഴ്സ് മേഖലയിൽ നിന്ന് വന്ന ഒരാളാണെങ്കിൽ ബിസിനസ്, കമ്പനി, അക്കൗണ്ടൻറ്റ്, അക്കൗണ്ട്സ് എന്നിങ്ങനെ ബിസിനസ്സായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു ടേമാണ് അക്കൗണ്ടിങ് എന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ശരിക്കും എന്താണ് അക്കൗണ്ടിങ്? നമുക്കറിയാം, ഒരു ബിസിനസ്സിൽ ഡെയിലി ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ട്രാൻസാക്ഷൻസ് എല്ലാം ഓർത്ത് വെക്കുക എത്ര ബ്രില്യൻ്റ് ആയ ഒരു അക്കൗണ്ടൻ്റ് ആണെങ്കിലും ഒരു ബിസിനസ് ഓണർ ആണെങ്കിലും പോസിബിൾ അല്ല. മേ ബി ഒരു ദിവസത്തെ ഓർത്ത് വയ്ക്കാം, ഒരു മാസത്തെ ട്രാൻസാക്ഷൻസ്, ഒരു വർഷത്തെ പോസിബിൾ അല്ലല്ലേ. അപ്പോൾ ഈ ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യണം. ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യണം എന്ന് പറഞ്ഞു. ഒരു ബിസിനസ്സിലെ എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. മോണിറ്ററി വാല്യൂ ഉള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് മാത്രം നമ്മൾ നമ്മുടെ അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്താൽ മതി. അതിരിക്കട്ടെ, ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യും? നമ്മുടെ ഈ ചെറിയ കടകളിലൊക്കെ കാണുന്നത് പോലെ ഒരു ബുക്ക് എടുത്ത് അതിൽ വരവിത്ര, ചെലവിത്ര എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്താൽ മതിയോ? അങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്താൽ നമ്മുടെ ബിസിനസ്സിനെ നമ്മൾ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും? നമുക്കറിയാം, നമ്മൾ ബിസിനസ് നടത്തുന്നത് ലാഭം കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് പീരിയഡിൽ നമുക്കറിയണം നമ്മുടെ ബിസിനസ് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ പോകുന്നത്, നമ്മുടെ ബിസിനസ്സിൻ്റെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ്, നമ്മൾ സപ്ലയേഴ്സിന് എത്ര ക്യാഷ് കൊടുക്കാനുണ്ട്, കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് എത്ര ക്യാഷ് കിട്ടാനുണ്ട് തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അറിയണ്ടേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സമ്മറൈസ്ഡ് ഡീറ്റെയിൽസ് നമുക്ക് ആര് തരും? അതുപോലെ തന്നെ നമ്മുടെ GST ആക്ട്, ഇൻകം ടാക്സ് ആക്ട്, കമ്പനീസ് ആക്ട് തുടങ്ങിയ ഗവൺമെൻറ് ലോസ് പ്രകാരം നമ്മുടെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും റിപ്പോർട്ട്സും എല്ലാം ഗവൺമെൻറ്റിന് ഫയൽ ചെയ്യേണ്ടത് കമ്പൽസറിയാണ്. അപ്പോൾ നമ്മൾ ബുക്കിൽ തയ്യാറാക്കിയ ഈ വരവ് ചിലവ് കണക്കൊക്കെ എടുത്ത് നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനും GST ഡിപ്പാർട്ട്മെൻറ്റിനും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് സമ്മതിക്കുമോ? ഇല്ലല്ലേ. അതുകൊണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ ട്രാൻസാക്ഷൻസ് സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്ത് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും റിപ്പോർട്ട്സും എല്ലാം പ്രിപ്പയർ ചെയ്യേണ്ടതും ഫയൽ ചെയ്യേണ്ടതും കമ്പൽസറിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബിസിനസ്സിലെ ഡേ ടു ഡേ നടക്കുന്ന ട്രാൻസാക്ഷൻസ്, മോണിറ്ററി വാല്യൂ ഉള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്ത് പ്രോപ്പറായിട്ട് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും റിപ്പോർട്ട്സും പ്രിപ്പയർ ചെയ്ത് മാനേജ്മെൻറ്റിന് ഡിസിഷൻ മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു എൻറ്റയർ പ്രോസസ്സിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് ആണ്. ബിസിനസ് ഉള്ളിടത്തോളം കാലം അക്കൗണ്ടിങ്ങും ഉണ്ടാകും. ഒരു അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് പ്രൊഫഷണലായി ഏതൊരു കമ്പനിയിലും ചെന്ന് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അവരുടെ ബിസിനസ് എന്താണ്, ആ ബിസിനസ്സിലെ പ്രോസസ്സ് എന്തൊക്കെയാണെന്നാണ്. ഒരു ബിസിനസ്സിലെ പ്രോസസ്സും അതിൻ്റെ കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ഒക്കെ കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഇന്ന് നമുക്ക് പലതരത്തിലുള്ള ബിസിനസ് ഉണ്ട്. ഇതിൽ ഒരു സെയിം ആക്ടിവിറ്റീസ് ചെയ്യുന്ന, ഒരുപോലത്തെ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ബിസിനസ്സിനെ നമുക്ക് ഇൻഡസ്ട്രി എന്ന് പറയാം. നമുക്ക് മെയിനായിട്ട് 3 ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസ് ആണുള്ളത്. ഫസ്റ്റ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, സെക്കൻഡ് ട്രേഡിംഗ് ഇൻഡസ്ട്രി, തേർഡ് സർവീസ് ഇൻഡസ്ട്രി. ഫസ്റ്റ് വരുന്നതാണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി. പ്രൊഡക്റ്റ് സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്ന ബിസിനസ്സിനെയാണ് നമ്മൾ മാനുഫാക്ചറിങ് ബിസിനസ് എന്ന് പറയുന്നത്. നമ്മുടെ ഹീറോ ഹോണ്ട, ടാറ്റ മോട്ടോഴ്സ്, ഏഷ്യൻ പെയിൻറ്റ്സ്, ആപ്പിൾ, സാംസങ് ഇലക്ട്രോണിക്സ് തുടങ്ങിയ കമ്പനീസൊക്കെ മാനുഫാക്ചറിങ് കമ്പനീസാണ്. ഇവിടെയൊക്കെ നമ്മൾ ഗുഡ്സിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപ്പാദനമാണ് നടക്കുന്നത്. നമ്മൾ സ്വന്തമായിട്ട് ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്നു, അത് വിൽക്കുന്നു. അതാണ് മാനുഫാക്ചറിങ് ബിസിനസ്സിൽ നടക്കുന്നത്. നമുക്കിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ക്ലോത്ത് മാനുഫാക്ചറിങ് കമ്പനി, അവിടെ നമ്മൾ ഫസ്റ്റ് നമുക്ക് റോ മെറ്റീരിയൽസ് വേണം പ്രൊഡക്ഷൻ നടത്താനായിട്ട്. അപ്പോൾ നമ്മൾ നൂലൊക്കെ പർച്ചേസ് ചെയ്തു, പിന്നെ ലേബർ ആഡ് ചെയ്തു. അതിനുശേഷം നമുക്ക് അതുമായിട്ട് കണക്ട് ചെയ്ത് കുറേ എക്സ്പെൻസസ് വരും. സാലറി കൊടുക്കണം, വേജസ് കൊടുക്കണം, ഇലക്ട്രിസിറ്റി എക്സ്പെൻസസ് വരും, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് വരും, മറ്റ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് ഒക്കെ വരും. അതിനുശേഷം നമ്മൾ പ്രൊഡക്ഷനൊക്കെ നടത്തി, സെയിലൊക്കെ നടത്തി. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത എല്ലാ ഗുഡ്സും, എല്ലാ ഫിനിഷ്ഡ് ഗുഡ്സും സെയിൽ ആവണമെന്നില്ല, കുറച്ച് ഗുഡ്സൊക്കെ ബാക്കിയുണ്ടാവും. അതുപോലെ റോ മെറ്റീരിയൽസ് നമ്മൾ ഫുള്ളായിട്ട് യൂസ് ചെയ്യണമെന്നില്ല. പിന്നെ നമ്മുടെ വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ട് കുറച്ച് ഐറ്റംസ് വരും. പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആവാത്ത കുറച്ച് ഗുഡ്സും ഉണ്ടാകും. അപ്പോൾ ഈ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആവാത്ത നമുക്ക് ബാക്കിയുള്ള ഫിനിഷ്ഡ് ഗുഡ്സും റോ മെറ്റീരിയൽസിനെയൊക്കെ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയും. അപ്പോൾ ഇതാണ് ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൽ പൊതുവായിട്ട് വരുന്നത്. സെക്കൻഡ് വരുന്നതാണ് ട്രേഡിംഗ് ഇൻഡസ്ട്രി. നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് ഡയറക്റ്റ് വാങ്ങി വിൽക്കുന്ന ബിസിനസ്സിനെയാണ് നമ്മൾ ട്രേഡിംഗ് ബിസിനസ് എന്ന് പറയുന്നത്.
നമ്മൾ ഇന്ന് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ പോകുന്ന മിക്ക ഷോപ്സും തന്നെ ട്രേഡിംഗ് ബിസിനസ്സിൽ വരുന്നതാണ്. നമ്മുടെ സൂപ്പർ മാർക്കറ്റ്സ്, ടെക്സ്റ്റൈൽ ഷോപ്സ്, സ്റ്റേഷനറി ഷോപ്സ്, ഇതൊക്കെ ട്രേഡിംഗ് ബിസിനസ്സിൽ വരുന്ന ബിസിനസ്സുകളാണ്. അവിടെയെല്ലാം ഫിനിഷ്ഡ് ഗുഡ്സ്, ഓൾറെഡി പ്രൊഡക്ഷൻ കഴിഞ്ഞ, മാനുഫാക്ചറിങ് കഴിഞ്ഞ ഗുഡ്സ് ഡയറക്റ്റ് വാങ്ങി അത് അവർ ലാഭത്തിന് വിൽക്കും. ഇതാണ് ട്രേഡിംഗ് ബിസിനസ്സിൽ നടക്കുന്നത്. വാങ്ങുന്നു, വിൽക്കുന്നു, ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ട്രേഡിംഗ് ഇൻഡസ്ട്രീസിലുള്ള ബിസിനസ്സിൽ വരുന്നത്. തേർഡ് വരുന്നതാണ് സർവീസ് ഇൻഡസ്ട്രി. സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ ഹോസ്പിറ്റൽസ്, സ്കൂൾസ്, ബാങ്ക്, അതുപോലെ കൺസൾട്ടൻസി ഫേംസ് തുടങ്ങിയ ബിസിനസ്സൊക്കെയാണ് നമ്മുടെ സർവീസ് ഇൻഡസ്ട്രിയിൽ വരുന്നത്. നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ഡോക്ടേഴ്സ്, അഡ്വക്കേറ്റ്സ്, എഞ്ചിനീയേഴ്സ് തുടങ്ങിയവരൊക്കെ സർവീസ് പ്രൊവൈഡേഴ്സാണ്. സർവീസ് ഇൻഡസ്ട്രിയിൽ വരുന്ന ബിസിനസ്സുകളിൽ നമ്മൾ ഫസ്റ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു, അതിൻ്റെ ഫീസ് കളക്ട് ചെയ്യുന്നു. അവിടെ മാനുഫാക്ചറിങ് നടക്കുന്നില്ല, അതുപോലെ ക്ലോസിംഗ് സ്റ്റോക്ക് തുടങ്ങിയ കാര്യങ്ങളൊന്നുമില്ല. അവിടെ നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു, ഫീസ് കളക്ട് ചെയ്യുന്നു. അത് മാത്രമാണ് സർവീസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 3 ഇൻഡസ്ട്രീസ്, നമ്മുടെ മാനുഫാക്ചറിങ്, ട്രേഡിംഗ്, സർവീസ്, ഇതാണ് നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ബിസിനസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്.